ഹായ് അസ്സലാമു അലൈക്കും. നമുക്ക് പുട്ടുപൊടിയിലൊരു സ്നാക്സ് തയ്യാറാക്കാം. ഓക്കെ, ഇതിന് കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പൊടി, അത് ചേർക്കാനുള്ളത് പുട്ടുപൊടി. എത്ര പീസ് ചിക്കൻ ഉണ്ട് അതിനനുസരിച്ചിട്ട് പുട്ടുപൊടി എടുക്കാം. ഞാനൊരു കപ്പ് അളവിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അടുപ്പത്ത് ചട്ടി വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുട്ടുപൊടി നനച്ച് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ചെറുനാരങ്ങ നീരും കയ്യിൽ നല്ലവണ്ണം കഴിച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഈ സ്പീഡ് കൂട്ടാതെ ഇതുപോലെ ഇങ്ങനെ ഓരോന്നായി വെച്ചെടുക്കാം. ചായക്കുള്ള വെള്ളം വെക്കാം. ഒന്ന് കളറായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു നാടൻ റോസ്റ്റഡ് ടൈപ്പിലാണ് നമുക്കിത് കിട്ടുന്നത്. ഒരുപാട് ഇളക്കി കടിക്കരുത്. ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ വെച്ച് മൂത്ത് വരുമ്പോൾ കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. കോരിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ ചിക്കൻ, നാടൻ ചിക്കൻ പൊരിച്ചത്. KFC ലുക്കാണ്. തിന്നാനും നല്ല ടേസ്റ്റാണ്. അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിൽ ഒരു ജാറിൽ ഒരു തക്കാളി, 2 പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടിച്ച് ഇതിലേക്ക് ഒരു സോസ് പോലെ ഉണ്ടാക്കിയെടുക്കാം. വരച്ചെടുത്ത് കാണിച്ചിട്ട് ഇത് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതെടുക്കാം. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.